കണ്ട് കൊതി തീർന്നതാരാ മദീന, കൊണ്ടുപോയത്ര ജീവൻ മദീന. ദൂരെ 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 തകങ്ങൾ വരി വരി വരിയായി, വരി വരി വരിയായി, വരി വരി വരിയായി, വരിയായി, വരി വരി 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 വരിയായി, വരി വരിയായി, വരി 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 വരിയായി, വരി വരി വരിയായി. മരങ്ങൾ നിര നിര നിരയായി, നിര നിരയായി, നിര നിര നിരയായി, നിര 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 നിരയായി, നിര നിര നിരയായി. പിന്നെ വരി വരിയായി, വരി വരി വരിയായി, വരി വരി വരിയായി, ജഗങ്ങൾ വരി വരി വരിയായി, വീണ്ടും വരി 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 വരിയായി. മരങ്ങൾ നിര നിര നിരയായി, നിര നിരയായി, നിര നിര നിരയായി. ഞാനീ നാട്ടിലമീറാണെന്ന് എന്നാലും എന്റേതായൊരു നിർഭവുമില്ല പ്രിയേ. ഒരു കിഴവി അവരുടെ വീട് പുനർനിർമ്മാണം ചെയ്യാനായി ഒരു ദിവസം എന്നവർ ചൊല്ലുകയായി. ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ടു സഖി, കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. മഞ്ചായ മഞ്ചും കവിളും കഞ്ചകമേറിയ യൂസഫ് നബിയെ, ചഞ്ചലപ്പൂവിരിയൻ നിന്നൊളികൊണ്ട് സുലകവി വലയെറിഞ്ഞേ. ഒരുനാളെ ചെറുപ്പത്തിനു ശരി തലമിട്ട മലവി യൂസഫ് നബിയെ പതിവലുതായി പാഞ്ഞു പിടിച്ച് കിതച്ചു നിന്നല്ലോ. അഴകോള തിരമാറിയും നബിയുള്ള മുന്നോട്ടോടുകയായി. കരളുരുകി ബീവി സുലൈഖ കരഞ്ഞു പോയല്ലോ. അലയായി മറിയുന്ന മനസ്സിൽ ബീവി സുലൈഖ അശകിശല യൂസഫ് ഓർത്ത് നിടച്ചു നിന്നല്ലോ. സഖിമാരോട് അവൾ കഥ പറഞ്ഞു, അതിർപ്പമൊന്നറിഞ്ഞു യൂസഫിനൊളിവായി. ഒരു സദസ്സിൽ കൈവിരൽ മുറിഞ്ഞു, പഴം മുറിഞ്ഞില്ല. ചെമ്പകപ്പൂ തേനിതളതരം ചന്ദ്ര സുന്ദര പൂഗമതൃപ്പം ഗസലുകൾ തൻ പൊന്നൊഴിഞ്ഞാൽ ആടുന്നു സൂര്യനോളങ്ങളുടെയും അത്ഭുത കഥകൾ ഉൾത്തടമിടയും നൽവർണ്ണീയും മൂസലും ചരിതങ്ങൾ നിവർത്തിടട്ടെ. പതിക്കണമെന്നരുൾ ചെയ്ത ഫറോവ ആ നാട് വാണിടും കാലം ും അത്ഭുത കഥകളും നല്ല മൂസല ചരിതങ്ങൾ നിവർത്തിടട്ടെ. ഒരു നാളിൽ മൂസ ജനിച്ച് ഉമ്മതിച്ച് ഹേർമിച്ച് ഒരു പെട്ടിയിലാക്കി മോനെ നടുമേ. ഒരു നാളിൽ മൂസ ജനിച്ച് ഉമ്മതിച്ച് ഹേർമിച്ച് ഒരു പെട്ടിയിലാക്കി മോനെ നടുമേ. ഓളങ്ങൾ താലോചിച്ച് ഒഴിവൊരു പെട്ടിയുമെന്ന് ആസിയ ബീവി കണ്ണു തുറന്ന് പെട്ടി തുറന്നൊരു നട്ടമുറത്തരി പോലെ കണ്ട് കുട്ടിയെ
കൊട്ടാരം കൊള്ളെ നടന്ന് ദുഷ്ടം വരാതെയും കാണാതെന്ന് അതിർവാസിയ വീട് കുഞ്ഞിനെ പോറ്റുന്നേ നന്മോളങ്ങളുടെയും അത്ഭുത കഥകൾ ഉൾക്കടന്നിടയും നമ്മുടെ ഭീമസരം ചരിതങ്ങൾ ദിശയിൽ നിവർത്തിടട്ടെ നന്മതി തന്നോളങ്ങളുടെയും അത്ഭുത കഥകൾ ഉൾക്കടന്നിടയും നമ്മുടെ ഭീമസര ചരിതങ്ങൾ ദിശയിൽ നിവർത്തിടട്ടെ ഇസൈന നിവർത്തിടട്ടെ ഇസൈന നിവർത്തിടട്ടെ സലാമോടും നീ വിസ്മയിക്കും നിമിഷങ്ങൾ ഉടനീടുന്നേ അസ്തമിക്കും ശംസിലേറി മടങ്ങാൻ ചൊന്നേ പുസ്തകാനവി തങ്ങളെ എടുക്കുവാൻ വേണ്ടി
അല്ലാ Marhaba marhaba nur Muhammad marhaba 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 nur Muhammad marhaba marhaba ya Rasulullah habar nabi habibullah irayone kayye sallallahu പാടം കൊയ്യും നേരം റബ്ബേ എന്നൊരു കണ്ണീരാവം കൽബും കൊണ്ട് അടുത്തവരിട്ട് പാടിക്കോളി പൂമരം ഇതനൂല് പൊട്ടിയ പമ്പരം ഞാനും നടക്കി പിരിയവേ നാടിന്റെ ചോട്ടിൽ പാട്ടും പാട്ടിൻ നീണമല്ലികളിലെ സുന്ദരിയ ഖദീജ അലങ്കാര ബീവി ഖദീജ എന്താണ് പാടാൻ പോണേ? ആ മാഷാ അല്ലാഹ്. ഒന്നുമില്ല, എനിക്കറിയാം. പാടി കഴിഞ്ഞാൽ ആരും കേട്ടിട്ടില്ല, ഇനി ആരും കേൾക്കില്ല. മൈക്കുള്ള മലരല്ലേ പരിത്ത ബദറൊളി ബദറല്ലേ പാട് മർഹബായ നൂർ ഐനി മർഹബായ ഹുസൈനി മർഹബ 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 ഗുണമണിയായ റസൂലുള്ളാഹ് കണി പകരും തിരുനൂറുള്ളാഹ് നിരപര നബിയ ഹബീബുള്ളാഹ് തിരുയോന്റെ ഉപ്പയുടെ അനുജൻ മരക്കാർ എന്ന കുഞ്ഞാക്ക അല്പസമയം മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. റഹ്മാനായ റബ്ബ് അദ്ദേഹത്തിന്റെ ബർസഖിയായ ജീവിതം റാഹത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കട്ടെ. 100-ലേറെ വയസ്സുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പരിപൂർണ മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ, സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ, ജീവിതത്തിൽ ചെയ്ത നന്മകൾക്കൊക്കെ 10 മടങ്ങ് പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നുപോയ തിന്മകളൊക്കെയും റബ്ബ് സുബ്ഹാനഹു വ തആല പരിപൂർണ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സ്വർഗ്ഗത്തിൽ വെച്ച് കണ്ടുമുട്ടാൻ അവർക്കും നമുക്കൊക്കെ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ.
റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു ഫാത്തിഹ ഓതി ദുആ ചെയ്യാം. ഇലാ ഹദ്റത്തി നബിയ്യിന മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹദ്റത്തി من بينه خاصة. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഒരു 11 തഹ്ലീൽ. لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാനായ റബ്ബേ റഹീമായ അല്ലാഹ്, ഞങ്ങൾ ഓതിയ ഫാത്തിഹയും തഹ്ലീലും എല്ലാം നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ ഈ 10 ദിവസത്തോളമായി ചെയ്ത നന്മകളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അതിൻ്റെയൊക്കെ മിസ്ല സവാബിന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കുന്ന റഹ്മാനെ, അവരുടെ എല്ലാം ബർക്കത്തുകൊണ്ട് റബ്ബേ, ഞങ്ങൾക്ക് ഓർത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട റഊഫിന്റെ ഉമ്മയുടെ ഉപ്പയുടെ അദ്ദേഹം ഈ ലോകത്തോട് കൂടെ പറഞ്ഞ റബ്ബേ, 6 അടി മണ്ണിലേക്ക് അദ്ദേഹത്തിന്റെ മയ്യത്ത് ചേരും മുമ്പ് അദ്ദേഹത്തെ ഖബറിൽ സ്വീകരിക്കാനുള്ള വലിയൊരു ഹദിയയായി ഈ സൽക്കർമ്മത്തെ നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ഖബറിലേക്ക് ചെല്ലുമ്പോൾ വലിയ റാഹത്തും സന്തോഷവും നൽകണേ അല്ലാഹ്. ഖബറിന്റെ എല്ലാ പ്രയാസങ്ങളെ തൊട്ടും, ഇടുക്കത്തെ തൊട്ടും ഇരുട്ടിനെ തൊട്ടും എല്ലാ പ്രയാസങ്ങളെ തൊട്ടും നീ അദ്ദേഹത്തിന് സലാമത്ത് നൽകണേ റബ്ബേ. നീ ദീർഘായുസ് കൊണ്ട് അദ്ദേഹത്തെ അനുഗ്രഹിച്ചതുപോലെ അദ്ദേഹത്തെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാഹ്. ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ടാകും. എല്ലാ നന്മകൾക്കും 10 മടങ്ങ് പ്രതിഫലം കൊടുക്കണ റഹ്മാനെ. മനുഷ്യ സഹജമായി വല്ല തിന്മകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ ഗഫാറായ റബ്ബേ, നീ അദ്ദേഹത്തോട് കൊടുക്കണേ റബ്ബേ. ഇതുപോലെ നാളെ ഞങ്ങളുടെ മരണ വാർത്തകളും ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെ കാണപ്പെടുന്ന നേരത്ത് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാനുള്ളൊരു സംഘത്തെ, ഒരു സമൂഹത്തെ, ഒരു തലമുറയെ നീ ഇവിടെ ബാക്കിയാക്കണേ റഹ്മാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. Back to Abu Dhabi. അതാ നീ വീട്ടിൽ എത്തിച്ചോളാം. ഒരു 3 മണിക്കൂർ जब आयशा मस्जिद में गए थे, रास्ते में एक സ്വഹാബി का कब्र था. उनका नाम ആയിഷ പള്ളിയിലേക്ക് പോകുന്ന വഴി ഒരു സ്വഹാബിയുടെ കബറുണ്ടായിരുന്നു. അവരുടെ പേര് ആയിഷ. എങ്ങോട്ട് പോകുമ്പോ ആയിഷ പള്ളിയിലേക്ക് പോകും. ആയിഷ പള്ളിയിലേക്ക് ഇഹ്റാമിന് വേണ്ടി പോകുമ്പോൾ ഇവിടെ മുത്തറസൂലുള്ളാഹി വഴിയിൽ മുത്തറസൂലുള്ളാഹിയുടെ ഒരു ഭാര്യ മൈമൂന ബീവിയുടെ ഖബറുണ്ട്. അതുപോലെ തന്നെ ഒരു സഹാബി കൂടി ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അവർക്കൊരു ഫാത്തിഹ ഓതിയിരുന്നു. ഏതാണ് ആ സഹാബി?
ये रास्ता में एक सहाबी का मकबरा है, मैं उसी वक्त बोला, उसके लिए एक फातिहा क़िरात किया। ये सहाबी का नाम क्या है? तब्बू ऐसे കളിയും നടക്കില്ല. അറിയില്ല. മഹാനായ സയ്യിദുന ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ മുത്തബിഉ സുന്നയാണെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് ഒരു മരത്തിന്റെ അടുത്തപ്പോ തലതായിട്ട് ചരിത്രമൊക്കെ പറഞ്ഞിരുന്നു. അടുത്തത് ഇന്നലെ നമ്മള് ഉംറയുടെ നിയ്യത്ത് ചോദിച്ചു. ഇന്ന് തവാഫിന്റെ നിയ്യത്ത് അറബി में बोल തവാഫിന്റെ നിയ്യത്ത് അറബിയിൽ പറയാൻ പറ്റുന്നുണ്ട്. തവാഫിന്റെ അടുത്ത് ഞാനിങ്ങനെ പറഞ്ഞത് എല്ലാം അങ്ങനെ പാട്ട് കേട്ട് പാടിയതാണ്. പറടാ കൊടുത്ത നമ്മളെ യൂസുഫ് പറഞ്ഞിരിക്കുന്നത് ഇല്ല കഴിയുന്നില്ല. ഇപ്പൊ मोबाइल सबसे ले लो, मोबाइल सबके ले लो, सबसे मोबाइल ले लो. मोबाइल നോക്കി ആരും പറയണ്ടേ. അടുത്ത ചോദ്യം 2 ചോദ്യം കഴിഞ്ഞാൽ 10 ചോദ്യം ചോദിക്കും. ഇതെല്ലാം കിട്ടേണ്ടതാണ്. ये हजर अस्वद का और हैबा का डोर का डिटेल बीच में एक मकान के क्या बोलते हैं? ഹജർ അസ്വദിന്റെയും വാതിലിന്റെയും ഇടയിലുള്ള സ്ഥലത്തിന് പറയുന്നത് हजर अस्वद और दरवाजे के बीच के जगह उधर क्या बोलते हैं? ആ സ്ഥലത്തിന് एक नाम है, ये मकान से एक नाम है. उत्तरम ഹജർ അസ്വദിന്റെയും വാതിലിന്റെയും ഇടയിലുള്ള സ്ഥലത്തിന്റെ പേര് ഉത്തരം അപ്പൊ നമ്മളെ നിസാമ് മാത്രമാണ് ഉത്തരം പറഞ്ഞത്. ഉത്തരം മുൽത്തസം. മുൽത്തസം ഏത് സൈഡാണ്? കാബന്റെ വാതിലിന്റെ ഹജർ അസ്വദിന്റെ ഇടയിലുള്ള സ്ഥലം നാലാമത്തെ ചോദ്യം मदीना जियारा में एक जबल में देखा, इस जबल में रसूल सल्लल्लाहु अलैहि वसल्लम कसीर सुजूद किया. ये जबल का नाम क्या है? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ നേരം സുജൂദ് ചെയ്ത ഒരു മല മദീന സിയാറയിൽ നമ്മൾ കണ്ടിരുന്നു, കയറിയിരുന്നു. ആ മലയുടെ പേര് जिब्रील आया था नहीं है वो मदीना जियारा के वक्त एक जबल में
उसके ऊपर जाके ऊपर जाके उधर से खंदक का टाइम रसूल सल्लल्लाहु अलैहि वसल्लम कसीर सुजूद किया है। हाँ, वुज़ू के लिए एक वाटर आ गया उसका ऊपर से। ये जबल का नाम क्या है? अर्गेल അറിയോ? अर्गेल അറിയോ? ജബൽ ഖദ്ദഖ്. ജബൽ റുമാൽ അല്ല പ്രവാസൻ ഫാമിലി കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുന്നു. വലിയ ജബൽ का नाम ജബൽ സിൽഹ്. ജബൽ സിൽഹ് സിൽഹ് അല്ലെങ്കിൽ വാർ സജദ രണ്ടും പറയാം. वो दोनों बोलते हैं. അഞ്ചാമത്തെ ചോദ്യം, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞാൽ കിട്ടും. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, തബ്ബത്ത് എന്ന സൂറത്ത് ഇറങ്ങിയ സ്ഥലം. एक सूरत तब्बत यदा अबी लहब व तब, यह सूरा किसी मकान में नज़ल किया? अर्किल വേണേ ഒരു ഉദാഹരണം പറഞ്ഞത്. ഇത് പറഞ്ഞാൽ എല്ലാവർക്കും അറിയേണ്ട. ഇത് പറഞ്ഞിട്ട് അറിയില്ലെങ്കിൽ ചെറുതായിട്ടുണ്ട്. നമ്മളത് ഒറ്റ വ്യക്തി. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 വർഷക്കാലം രഹസ്യമായിട്ടാണ് പ്രബോധനം നടത്തിയത്. ആദ്യമായി പരസ്യമായി പ്രബോധനം നടത്തിയത് അവിടെ വെച്ചാണ്. അപ്പോഴാണ് ആ സൂറത്ത് ഇറങ്ങിയത്. ഹിന്ദിയിലൊരു പറഞ്ഞെടുത്തോ. കുളിച്ചു പറഞ്ഞാൽ പിന്നെ പോയില്ലേ? കൈയെടുത്തിട്ടല്ലേ വേറെല്ലാതെ പറഞ്ഞില്ലേ? മൈനസായില്ലേ? കുളിച്ചു പറയാൻ പാടില്ലേ? ക്യാൻസലാക്കി. നല്ല കഥയിലും ഉത്തരം കുറിച്ച് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യും. ഇക്കുത്തിനറിയാലോ. പുസ്തകം പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യും. വേറെ എല്ലാ ഉത്തരം വിളിച്ചു. वेरी सिंपल. मदीना ज़ियारत का टाइम में हम एक गार में देखा रसूल सल्लल्लाहु अलैहि वसल्लम स्मेल उधरी एक गार नीचे से गार है. उहुद का टाइम एक सहाबी रसूल सल्लल्लाहु अलैहि वसल्लम ऊपर रखे उधर से लेके आते. हाँ, कंधे पे उधर लेके आते. ये सहाबी का नाम क्या है? ഉഹദിന്റെ സമയത്ത് നിങ്ങൾ ഇറങ്ങിയോ? അല്ല, ഇവിടുന്ന് ഒരു മറുപടിയാണല്ലോ. നിങ്ങൾ ഇറങ്ങിയോ? ഞങ്ങൾ പറയുന്ന പോലെ പറയോ? वो टाइम एक सहाबा लेके कंधे पे लेके वो पहाड़ के उधर गया था. वो सहाबा ഉഹദ് യുദ്ധത്തിന്റെ സമയത്ത് മുത്ത് റസൂലുള്ളാഹി തങ്ങളുടെ മുൻപിൽ പൊട്ടിയപ്പോൾ ഹബീബായ തങ്ങളെ തോളിൽ ചുമന്ന് കൊണ്ടുവന്ന് ഗുഹയിലിരുത്തിയ ആ സ്വഹാബിയുടെ പേരുണ്ട്. അത് ഓന്റെ ദിവസം ഇരുന്ന് പറയുമല്ലോ. എന്താണ് ശരിയാണോ? മൈനസാക്കണ്ട. ഉത്തരം പറയുക. ഖാലിദ് ബിൻ വലീദ്.
മുഹമ്മദ് യൂസുഫ്. ഇനി ഏഴാമത്തെ ചോദ്യം. 3 ചോദ്യം കൂടിയാണ് ബാക്കിയുള്ളത്. 3 ക്വസ്റ്റ്യൻസ് നടപ്പാക്കി. വടി പ്രകാശിച്ച പള്ളി.